ഇതെവിടെ പോയി കിടക്കുക ആദി? അച്ഛൻ്റെ ചോദ്യം കേട്ടതും ആദിയുടെ പുരികക്കൊടികൾ ചുളുങ്ങി. പിന്നെയാണ് ഓർത്തത് അവരോടൊന്നും പറയാതെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. താൻ അയച്ച മെസ്സേജൊന്നും അവർ കണ്ടില്ലെന്ന് അവന് മനസ്സിലായി. ഞാനിവിടെ ജാനിയുടെ വീട്ടിലാ അച്ഛാ, അവൻ മെല്ലെ പറഞ്ഞു. ഇനി ഇതിൻ്റെ പുറകെ വാല പിടിച്ച് അച്ഛൻ എന്തൊക്കെ പറയുമെന്നറിയില്ലല്ലോ. രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ നിനക്ക്? ഞാനതിന് രാവിലെയൊന്നുമല്ല പോന്നത്. ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ചാൽ വിളിക്കാഞ്ഞേ. ഞാൻ നിങ്ങൾക്ക് രണ്ടിനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ലേ? രാത്രിയിലോ? നീ ഇങ്ങനെ കള്ളനെ പോലെ പമ്മി ഇറങ്ങിപ്പോയ കാര്യം ഞങ്ങളുണ്ടോ അറിയുന്നു? പിന്നെ മെസ്സേജൊന്നും ഞങ്ങൾ കണ്ടില്ല. അച്ഛൻ്റെ ആക്കിയുള്ള സംസാരത്തിൽ ആദിയുടെ മുഖമൊന്ന് കൂർത്തു. അവൻ തിരിഞ്ഞു നടന്ന് ബെഡിൽ തന്നെ പോയിരുന്നു. എന്നെ കളിയാക്കാനാണോ അച്ഛൻ വിളിച്ചത്? അയ്യോ അല്ലേ, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു നടന്ന ചെറുക്കനാണ്. എന്നിട്ട് നോക്കിക്കേ, ഒരു ദിവസം പോലും പെണ്ണുമ്പിള്ളയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. കേശവ് പിന്നെയും അവനെ ഇട്ട് വാരുകയാണ്. ഞാൻ വെക്കുക. ഉള്ളിലുള്ള ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് ആദി പൊടുന്നനെ പറഞ്ഞു. വെക്കല്ലേടാ, ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്താ? ആദി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. ഇന്നലെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഫയൽ നീ എവിടെയാ വെച്ചത്? എനിക്കത് വേണമായിരുന്നു. അപ്പോഴാണ് ആദിയും അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ മേശവലിപ്പിലേക്ക് എടുത്ത് വെച്ചതാണ്. അച്ഛൻ പറഞ്ഞതുമാണ് രാവിലെ ആ ഫയൽ വേണമെന്ന്. താനാണ് ആ കാര്യം മറന്നത്. അത് റൂമിലെ ഷെൽഫിൽ ഇരിപ്പുണ്ടച്ചാ. അമ്മേനോട് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഡ്രോയിലാണെന്ന് പറഞ്ഞേക്ക്. അതൊക്കെ പോട്ടെ, എൻ്റെ പുത്രൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ ആവോ? വരുന്നുണ്ട്. ഞാനൊരു 11 മണിയാവുമ്പോഴേക്കും ഓഫീസിലെത്തിക്കോളാം. അച്ഛൻ്റെ കളിയാക്കൽ മനസ്സിലായെങ്കിലും അവൻ ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. ഓ ആയിക്കോട്ടെ. കേശവ് ഫോൺ വെച്ചിട്ടും ആദി കുറച്ചു നേരം ആ ഇരിപ്പ് തന്നെ ഇരുന്നു. ജാനി മുറിയിലേക്ക് കയറി വരുന്നത് അവൻ്റെ ഈ ഇരുത്തം കണ്ടുകൊണ്ടാണ്. എന്താണാവോ രാവിലെ തന്നെ കിനാവും കണ്ടുകൊണ്ടിരിക്കുന്നത്? പോയി ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും രാവിലെ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട സാഹചര്യം ഓർത്തപ്പോൾ വേണ്ട എന്ന് വെച്ചു. അവൾ കുറച്ചു നേരവും കൂടി അവൻ്റെ മുന്നിൽ നിന്ന് തത്തിക്കളിച്ചു. എവിടെ? ഇപ്പോഴും കിളിപോയ ഇരിപ്പ് തന്നെയാണ്. കുറച്ചു നേരം കഴിഞ്ഞാണ് അവൾ വന്നത് അവൻ അറിയുന്നത് തന്നെ. തൻ്റെ മുന്നിൽ നിന്ന് പരിങ്ങിക്കളിക്കുന്നവളെ കണ്ടെങ്കിലും ആദ്യം അത് മൈൻഡാക്കിയില്ല. അവളെ ശ്രദ്ധിക്കാതെ തന്നെ എഴുന്നേറ്റ് പോയി കൊണ്ടുവന്ന ബാഗ് തുറന്നു. അതിൽ നിന്നിടാനുള്ള ഡ്രസ്സും എടുത്ത് അവൻ നേരെ വാഷ്റൂമിലേക്ക് കയറി. അതിനിടയിൽ ഒരു നോട്ടം പോലും അവനിൽ നിന്ന് ജാനിയിലേക്ക് വീണില്ല. തന്നെ കണ്ടിട്ടും മൈൻഡാക്കാതെ പോയവനെ കാണെ ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ദൈവമേ, പിണങ്ങിയോ? അതോ ഞാൻ രാവിലെ കവിളിൽ കടിച്ചതുകൊണ്ട് എന്നോട് ദേഷ്യമായോ? അതോ ഇനി ഞാൻ ഉമ്മ കൊടുക്കാത്തത് കൊണ്ടാണോ? ജാനിയുടെ ചിന്തകൾ പല വഴി പാഞ്ഞു. ആദി ഇറങ്ങി വരുമ്പോൾ എങ്ങനെയെങ്കിലും പിണക്കം മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിനരികിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ചു കഴിഞ്ഞതും ആദി ബാത്റൂമിൽ നിന്നും വന്നു. അവളെ നോക്കാതെ തന്നെ അവൻ ഡ്രസ്സിംഗ് ടേബിളിനരികിലേക്ക് പോയി. ജാനി അവൻ്റെ ഓരോ പ്രവൃത്തിയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഷർട്ട് എടുത്തിടുന്നതും മിററിലേക്ക് നോക്കി മുടി സെറ്റ് ചെയ്യുന്നതും പെർഫ്യൂം സ്പ്രേ ചെയ്യുന്നതും ലാപ്ടോപ്പ് ബാഗിലേക്ക് എടുത്തു വെക്കുന്നതും അങ്ങനെ എല്ലാം. എന്നാൽ ഇതൊന്നും ചെയ്യുമ്പോഴും അവൻ തന്നെ ഗൗനിക്കുന്നില്ല എന്നത് അവളിൽ ഒട്ടൊരു ആശങ്കയുണർത്തി. ജാനി പതിയെ ആദിയുടെ അരികിലേക്ക് നടന്നു. ദത്തെ അവൾക്ക് വിളിച്ച് മുഴുവിപ്പിക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ആദിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ വേഗം അത് അറ്റൻഡ് ചെയ്തു. ആദി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ടേബിളിലിരുന്ന ബാഗ് എടുത്ത് മുറിക്ക് പുറത്തേക്ക് പോയി. ജാനിയും അവന് പുറകെ തന്നെ വെച്ചു പിടിച്ചു. അവൻ്റെ സംസാരത്തിൽ നിന്ന് ഓഫീസിൽ നിന്നാരോ വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ലേറ്റ് ആകില്ല, ഇപ്പോൾ തന്നെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ജാനി ഓടിപ്പോയി അവന് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. പക്ഷേ ആദ്യം അങ്ങോട്ട് ചെല്ലാതെ നേരെ പുറത്തേക്കാണ് നടന്നത്. ജാനിയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അതെന്തായി പുറത്തേക്ക് പോയത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യം മറന്നുപോയോ? ജാനി വേഗം അവന് പുറകെ ഓടി. സിറ്റ് ഔട്ടിലെത്തിയതും മുത്തശ്ശിയോട് സംസാരിച്ചു നിൽക്കുന്ന ആദിയെയാണ് കണ്ടത്. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിരുന്നു. അവരെന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ അവൾ ചെവി വട്ടം പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോമോനെ, 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ഓഫീസിൽ നിന്ന് അർജന്റ് കോൾ വന്നതുകൊണ്ട് ആദി അപ്പോൾ തന്നെ പോവുകയാണെന്നറിഞ്ഞതും സുഭദ്ര അവനെ കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുകയാണ്. ഇല്ല മുത്തശ്ശി, ഇപ്പോൾ തന്നെ ലേറ്റായി, ഇനിയും നിന്നാൽ ശരിയാവില്ല, ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. അതും പറഞ്ഞ് ആദി കാറിനരികിലേക്ക് നടന്നു. കഴിച്ചിട്ട് പോകാൻ ദത്തേട്ടാ, ജാനി കുഞ്ഞൊരു പ്രതീക്ഷയോടെ ചോദിച്ചു. എന്നാൽ അവനില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു.
അത്രയും നേരം മുത്തശ്ശിയോട് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നവന്റെ മുഖം അവളെ നോക്കിയപ്പോൾ മാത്രം ഗൗരവത്തിലായി. അത്രയുമായപ്പോഴേക്കും ജാനിയുടെ കണ്ണുകൾ മെല്ലെ നിറയാൻ തുടങ്ങി. എന്തിനെന്ന് പോലും അറിയാത്ത സങ്കടം അപ്പോൾ അവളിൽ മുളപൊട്ടിയിരുന്നു. ആദിയുടെ കാർ ഗേറ്റും കടന്നു കഴിഞ്ഞപ്പോൾ ജാനി സുഭദ്രയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം റൂമിലേക്ക് ഓടിപ്പോയി. അപ്പോഴേക്കും അവളുടെ കണ്ണുനീർ കവളിലൂടെ ചാലിട്ടൊഴുകാൻ തുടങ്ങിയിരുന്നു. മനസ്സാകെ വിങ്ങുന്നു. അവനിൽ നിന്ന് കുഞ്ഞൊരു അവഗണന പോലും താങ്ങാൻ കഴിയാത്തതുപോലെ. ഒന്നും മിണ്ടിയില്ലെങ്കിൽ കൂടിയും പോകുന്നതിന് മുൻപ് ആദിയിൽ നിന്നൊരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ ഇത്രയും സങ്കടം വരില്ലായിരുന്നു. ജാനി പതിയെ കട്ടിലിൻ്റെ ഒരു ഓരത്തായി പോയി ചുരുണ്ടുകൂടി കിടന്നു. ജാനൂട്ടി, വന്ന് ഭക്ഷണം കഴിച്ചേ. കുറച്ചു നേരം കഴിഞ്ഞതും മുത്തശ്ശി ജാനിയുടെ ഡോറിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി. അവൾ വേഗം ചാടി എഴുന്നേറ്റിരുന്ന് ഡോറിലേക്ക് നോക്കി. ലോക്കാണ്. എനിക്കിപ്പോൾ വേണ്ട മുത്തു, ഒരു തലവേദന. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ജാനി സുഭദ്രയ്ക്ക് കേൾക്കാൻ പാകത്തിൽ കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ മോളെ പെട്ടെന്നൊരു തലവേദന? ആശുപത്രിയിൽ പോണോ? നീ ഡോർ തുറക്ക്, ഞാൻ ബാമ്പുരട്ടിത്തരാം. സുഭദ്രയിൽ ആവലാതി നിറഞ്ഞു. ഇത്രയും നേരം ഒരു കുഴപ്പവുമില്ലാതിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ എന്താണാവോ പറ്റിയേ? വേണ്ട മുത്തു, കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ മാറിക്കോളും. ജാനി കട്ടിലേക്ക് തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയെ വിളിക്കണേ. അവളെ ഇനിയും ശല്യപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ച് സുഭദ്ര അവിടെ നിന്നും പോയി. കുറച്ചു നേരം കൊണ്ട് തന്നെ കരഞ്ഞു തളർന്ന് അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഇന്നും ഓഫീസിൽ ആദിക്ക് നിന്ന് തിരിയാനുള്ള സമയമുണ്ടായിരുന്നില്ല. പെണ്ണിനോട് പിണങ്ങിയാണ് പോകുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ചെറിയൊരു പരിഭവം, പക്ഷേ അത് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവൻ മറന്നിരുന്നു. അവളെ വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ അതിനുള്ള ഒരു അവസരവും കിട്ടിയില്ല. എന്തെടുക്കുമായിരിക്കും? ഞാൻ മിണ്ടാത്തതിന് ചിലപ്പോൾ പിണങ്ങിക്കുത്തിയിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വിളിക്കാനേ പറ്റുള്ളൂ. ആദി വേഗം ജോലി തിരക്കുകളിൽ മുഴുകി. ഓഫീസിനുള്ളിൽ തന്നെ വർക്കേഴ്സിന് വേണ്ടിയുള്ള ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡും വാങ്ങി അവൻ ഒരു ഒഴിഞ്ഞ ടേബിളിലായി വന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ ആദ്യം ജാനിയെയാണ് വിളിച്ചത്. ഫോൺ എടുക്കുന്നില്ലല്ലോ, ഇതിവൾ എവിടെ പോയി കിടക്കുകയാണ്? അവൻ പിന്നെയും അവളുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തിരിച്ചൊരു റെസ്പോൺസും കിട്ടിയിരുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ആദ്യ സുഭദ്രയുടെ നമ്പറിലേക്ക് വിളിച്ചു. 2 ബെല്ലിനുള്ളിൽ തന്നെ അവർ ഫോൺ എടുത്തിരുന്നു. ഹലോ, ജാനി എന്തിയെ മുത്തശ്ശി? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അവൻ ആദ്യമേ ചോദിച്ചത് അതാണ്. അവൾ കിടക്കുക മോനെ, നീ പോയ പുറകെ കിടന്നതാ. തലവേദനയാണെന്നാ പറഞ്ഞത്. ജാനൂട്ടിയാണെങ്കിൽ ഇത്ര നേരമായിട്ടും ഒരു വക കഴിച്ചിട്ടില്ല. അത് കേട്ടതും ആദിയുടെ ഉള്ളൊന്നു കാളി. ശരിക്കും തലവേദനയായിട്ടാണോ? അതോ താൻ മിണ്ടാതെ പോയതിനുള്ള പരിഭവത്തിൽ കിടക്കുന്നതോ? എന്തു തന്നെയായാലും അവൾ ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല എന്നത് അവനെ വല്ലാതെ അലട്ടി. ഇപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരമാവാതെ എന്തായാലും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ആദി തലയ്ക്ക് കൈകൊടുത്തിരുന്നു പോയി. മുന്നിലിരിക്കുന്ന ഭക്ഷണം അവനൊന്ന് തൊട്ടു നോക്കാൻ പോലും തോന്നിയില്ല. ഇതുവരെ ഉണ്ടായിരുന്ന വിശപ്പെല്ലാം കെട്ടണഞ്ഞു പോയതുപോലെ. മുത്തശ്ശി ജാനിക്കൊന്ന് ഫോൺ കൊടുക്കുമോ? എനിക്ക് സംസാരിക്കണമായിരുന്നു. സുഭദ്രയോട് അങ്ങനെ പറയാൻ അവന് മടിയൊന്നും തോന്നിയിരുന്നില്ല എന്നതായിരുന്നു സത്യം. എങ്ങനെയെങ്കിലും അവളുടെ ശബ്ദമൊന്ന് കേട്ടാൽ മതി. വിളിച്ചു നോക്കട്ടെ മോനെ, അവൾ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു.